അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിന്റെ മറവിൽ നടക്കുന്നത് വലിയൊരു നയതന്ത്ര നാടകമാണോ? ഈ നാടകമാണോ എന്ന് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ രണ്ടു രാജ്യങ്ങളും കൈകോർക്കുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി സ്വന്തം രാജ്യത്തെ മാധ്യമങ്ങളുടെ രൂക്ഷ വിമർശനങ്ങൾക്കാണ് ഇരയാകുന്നത്. അത് എന്തുകൊണ്ടാണ്? സ്വന്തം രാജ്യത്തെ മാധ്യമങ്ങൾ പോലും അരാജിയെ രൂക്ഷമായി വിമർശിക്കാനുള്ള കാരണം എന്താകും? അതായത് അർത്ഥശൂന്യമായ പോസ്റ്റുകളിട്ട് ട്രംപിനെ ഇറാൻ ആക്രമിക്കാൻ വക നൽകിയെന്നും ട്രംപിന്റെ അജണ്ടയ്ക്കൊപ്പം നിൽക്കാനാണോ മന്ത്രിയുടെ ശ്രമം എന്നുമുള്ള കടുത്ത ചോദ്യങ്ങളാണ് ഇറാനിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായും ഉയർത്തുന്നത്. അതായത് ചോറിങ്ങും കൂറങ്ങും എന്ന ഒരു നാട്ടുപഴമൊഴിയുടെ അന്വർത്ഥമാക്കുന്നതാണ് അരാജിയുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ എന്നത് സാരം. ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും അടുക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അതെന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയാത്ത ഭരണകൂടത്തിന്റെ നിസ്സഹായത അവസ്ഥയാണ് ഇവിടെ വ്യക്തമാകുന്നത്.